ഹായ് ഓൾ, വെൽക്കം ടു കെമിക്കൽ സയൻസ് അക്കാഡമി. കെമിക്കൽ സയൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബയോഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ബയോഇനോർഗാനിക് കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബയോഇനോർഗാനിക്കിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, സോ കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നിങ്ങൾ ആ ഒരു ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മാക്സിമം സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ മാർക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ വെറുതെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിക്കാതെ ആവശ്യമുള്ള സ്കോർ ചെയ്യുന്ന ടോപ്പിക് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ബയോഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 8ാമത്തെ ചോദ്യമാണ് ദ സെൻട്രൽ മെറ്റൽ അയോൺ ഇൻ ബോത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഓക്കെ, സോ നമ്മൾ ഹീമോഗ്ലോബിനെ കുറിച്ചും മയോഗ്ലോബിനെ കുറിച്ചും കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കഴിയുമ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, സോ ഹീമോഗ്ലോബിനകത്തും മയോഗ്ലോബിനകത്തെയും സെൻട്രൽ മെറ്റൽ അയോൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, ഹീമോഗ്ലോബിനകത്തും ആരാണുള്ളത്, നമ്മുടെ ഹീം യൂണിറ്റ് ആണുള്ളത്. മയോഗ്ലോബിനകത്തും ആര് തന്നെയാണുള്ളത്, നമ്മുടെ ഹീം യൂണിറ്റ് ആണുള്ളത്. ഹീം യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ മെറ്റൽ വരുന്നത് അയൺ ആണ്. അയൺ എന്ന് പറയുന്നത് +2 ഓക്സൈഡ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവും അല്ലെ, +2 ഓക്സൈഡ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാകാനായിട്ട് പോകും. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്തായിരിക്കും, ബി ആയിരിക്കും നമ്മുടെ ആൻസർ വരാനായിട്ട് പോകും. ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിയേ, Mg2 പോസിറ്റീവ് എവിടെയാണ് ഉള്ളത്? Mg2 പോസിറ്റീവ് നമ്മുടെ ക്ലോറോഫിലാണുള്ളത് അല്ലെ. Mg2 പോസിറ്റീവ് നമ്മുടെ ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ ആരാ ഉള്ളത്? ക്ലോറോഫിൽ നമ്മുടെ ക്ലോറിൻ റിംഗ് ഉണ്ട് അല്ലെ. ക്ലോറിൻ റിംഗ് ആണ് ക്ലോറോഫിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് പോവാം. ക്ലോറിൻ റിംഗ് ആണ് നമ്മുടെ ക്ലോറോഫിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് പോവാം. ഓക്കെ, ഇനി Fe3 പോസിറ്റീവ് വരുന്ന ഏതെങ്കിലും കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? Fe3 പോസിറ്റീവ് നോക്കിയാൽ, Fe3 പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റ് ഹീമോഗ്ലോബിനകത്ത് എന്താണ്, Fe3 പോസിറ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകാനായിട്ട് പോവാം. മെറ്റ് ഹീമോഗ്ലോബിനകത്ത് Fe എന്ന് പറയുന്നത് +3 സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകാനായിട്ട് പോകും. അതും എനിക്ക് തോന്നുന്നു ഒരു തവണ നെറ്റ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ മെറ്റ് ഹീമോഗ്ലോബിന്റെ കേസിലാണ് നമുക്ക് Fe+3 ഫോമിൽ ഉണ്ടാകാനായിട്ട് പോകും. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ പറയുന്ന ഇപ്പം ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും അതുപോലെ ഹീമോസയാനും ഹീമോറിത്തിനും ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു മെറ്റലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഡിയോക്സി ഫോമിലും ഓക്സി ഫോമിലും എങ്ങനെയാണ്, അതിന്റെ സ്പിൻ എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ക്വസ്റ്റൻ ഡയറക്റ്റ് ആയിരിക്കും ചോദിക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തൊന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ബാക്കിയുള്ള ഓപ്ഷനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, നമ്മുടെ Fe2 പോസിറ്റീവ് ആണ്. ബി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഒരു സമ്മറി ഞാൻ പറയുവാണ്. സോ നമ്മൾ ഹീമോഗ്ലോബിനെ കുറിച്ചും മയോഗ്ലോബിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ നമുക്ക് കുറച്ചധികം പോയിന്റുകൾ കിട്ടി. ഞാൻ ഈ ഒരു ടേബിൾ കാണിക്കാനുള്ള കാരണം, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതണം. നമ്മൾ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിവിഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ആ ഷോർട്ട് നോട്ട് നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ആ ഒരു നോട്ടിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ പറ്റും, അത്രയും പോയിന്റുകൾ നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിനെ കുറിച്ചും മയോഗ്ലോബിനെ കുറിച്ചുമാണ് നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത്. സോ അതിൽ നിന്നും ഞാൻ ആ ഒരു ഫോമിലേക്ക് എങ്ങനെയാണ് ആ ഒരു ഷോർട്ട് നോട്ട് എഴുതേണ്ടതെന്നുള്ളതാണ് അല്ലേ. സോ ഹീമോഗ്ലോബിനകത്തെയും മയോഗ്ലോബിനകത്തെയും സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ ടെട്രാമർ ഫോമിലാണ്, മയോഗ്ലോബിൻ മോണോമർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എങ്കിൽ, ഓക്സിജൻ സ്റ്റോറേജ് ആണ് നമ്മുടെ മയോഗ്ലോബിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ദെൻ ബൈൻഡിങ് കർവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹീമോഗ്ലോബിന്റെ കേസിൽ നമുക്ക് എസ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു സിഗ്മോഡൽ ബൈൻഡിങ് കർവ് ആണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. സിഗ്മോഡൽ ബൈൻഡിങ് കർവ് ആണ് കിട്ടുന്നത്. ഇനി മയോഗ്ലോബിൻ ആണെങ്കിലോ ഒരു ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് കർവ് ആണ് നമുക്ക് മയോഗ്ലോബിന്റെ കേസിൽ നമുക്ക് കിട്ടാനായിട്ട് പോകും. ഇനി കോപ്പറേറ്റീവ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്ത് അല്ലെ. കോപ്പറേറ്റീവ് എഫക്റ്റ് ആരാണ് കാണിക്കുന്നത്? ഹീമോഗ്ലോബിന് മാത്രമേ എന്തുള്ളൂ, കോപ്പറേറ്റീവ് എഫക്റ്റ് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മയോഗ്ലോബിന്റെ കേസിൽ നമുക്ക് കോപ്പറേറ്റീവ് എഫക്റ്റ് ഇല്ല. ഓക്കെ, സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞില്ല, ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. പിന്നെ ഓക്സിജൻ അഫിനിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഹീമോഗ്ലോബിൻ മോഡറേറ്റ് ആണ്, പക്ഷേ മയോഗ്ലോബിന്റെ കേസിൽ എന്താണ്, ഹൈ അഫിനിറ്റി ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹൈ അഫിനിറ്റി ആണെന്ന് പറഞ്ഞു. അതുപോലെ ലെങ്സിൽ എങ്ങനെയാണ്, ടിഷ്യൂസിൽ എങ്ങനെയാണ് ആ ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് O2, പാർഷ്യൽ പ്രഷർ ഓഫ് CO2, pH ഈ പറയുന്ന ടിഷ്യൂസിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓരോരോ കണ്ടീഷൻ, നിങ്ങൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സോ ഇതുപോലെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ സമ്മറൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നല്ലപോലെ മനസ്സിലാക്കാനും പറ്റും. പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഇപ്പം 10 ചോദ്യം ചെയ്തപ്പോഴായിരിക്കും നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. സോ അതിന് ജസ്റ്റ് ഒരു ടേബിൾ ഫോമിലേക്ക് ആക്കുമ്പോഴത്തേനും അത്രയും പോയിന്റ് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ദ ഓക്സിജൻ ട്രാൻസ്പോർട്ട് എലമെന്റ് വിച്ച് ആർ ഇമ്പോർട്ടന്റ്. നോക്കിയേ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് എലമെന്റ് വിച്ച് ആർ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം FE നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക, എല്ലാ ഓപ്ഷനകത്തും നമുക്ക് FE കാണാനായിട്ട് പറ്റും. ഓക്കെ, FE എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഹീമോഗ്ലോബിൻ എന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇനി ഈ FE അല്ലാതെ വേറെ ഏതെങ്കിലും സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ കൊബാൾട്ട് പഠിച്ചിട്ടില്ല, നമ്മൾ MG പഠിച്ചിട്ടില്ല, നമ്മൾ MN പഠിച്ചിട്ടില്ല, പിന്നെ ഏതാ പഠിച്ചിട്ടുള്ളത്? നമ്മൾ കോപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് എലമെന്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഹീമോസയാനിൻ അല്ലെ. ഹീമോസയാനിൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് അല്ലെ. ഓക്സിജൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. ഓക്കെ, സോ അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് കോപ്പറും അതുപോലെ തന്നെ അയണും ആണ് വരുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്? A ആണ് നമ്മുടെ ആൻസർ അല്ലെ. A ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, സോ ആ രീതി നിങ്ങൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ. ഡിയോക്സി ഹീമോഗ്ലോബിനെ കുറിച്ചാണ്. ദ ഫിഫ്ത്ത് പൊസിഷൻ ഈസ് കോർഡിനേറ്റഡ് വിത്ത് ഓക്സിജൻ. ഫിഫ്ത്ത് പൊസിഷൻ ഈസ് കോർഡിനേറ്റഡ് വിത്ത് പോർഫൈറിൻ റിംഗ് ഓഫ് നൈട്രജൻ ആറ്റം. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ ഈസ് ഓക്കുപൈഡ് ബൈ നൈട്രജൻ ആറ്റം ഓഫ് ഇമിഡസോൾ ലിഗാൻഡ് ഓഫ് ഹിസ്റ്റഡിൻ റെസിഡ്യൂ വിച്ച് കപ്പിൾസ് ഹീം ടു ദ പ്രോട്ടീൻ. നൺ ഓഫ് ദി അബോവ്. നോക്കുക, നമ്മുടെ ഡിയോക്സി ഹീമോഗ്ലോബിനകത്ത് അതിന് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് അല്ലെ. 5ാമത്തെ പൊസിഷനിൽ ആരാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. സോ നോക്കുക, ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ 4 നൈട്രജനെ ഞാൻ വരച്ചു. ഈ 4 നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പോർഫൈറിൻ റിംഗിലുള്ള നൈട്രജൻ ആണ്. ഓക്കെ, ഈ 4 നൈട്രജൻ എന്ന് പറയുന്നത് പോർഫൈറിൻ റിംഗിലുള്ള നൈട്രജൻ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം 6ാമത്തെ പൊസിഷൻ ഇതാണ് നമ്മുടെ 6th പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 6th പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? വേക്കന്റ് ആണ് അല്ലെ. വേക്കന്റ് അല്ലെങ്കിൽ MT ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താണ്? അവിടേക്കാണ് ആര് വരുന്നത്? നമ്മുടെ O2 വന്നിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പോവുക. സോ 6ാമത്തെ പൊസിഷൻ എന്താണ്? വേക്കന്റ് ആണ്. നമുക്ക് അറിയേണ്ടത് 5ാമത്തെ പൊസിഷനെ കുറിച്ചാണ് അല്ലെ. 5ാമത്തെ പൊസിഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം 5ാമത്തെ പൊസിഷനിൽ നമുക്ക് ഹിസ്റ്റഡിൻ റെസിഡ്യൂ ആണ് വരുന്നത്. സോ ഹിസ്റ്റഡിൻ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഡസോൾ റിംഗിലുള്ള നൈട്രജൻ ആറ്റം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അയണുമായിട്ട് എന്ത് ചെയ്യുന്നത്? നേരിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഈ ഒരു കേസ് നമ്മുടെ N ഓഫ് ഹിസ്റ്റഡിൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ N ഹിസ്റ്റഡിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏതാണ്? നൈട്രജൻ ആറ്റം ഓഫ് ഇമിഡസോൾ ലിഗാൻഡ് പ്രസന്റ് ഇൻ ദ ഹിസ്റ്റഡിൻ റെസിഡ്യൂ എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. സോ ഏതായിരിക്കും ഓപ്ഷൻ വരാനായിട്ട് പോവുക? എന്തായാലും 5th കോർഡിനേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് അല്ല കോർഡിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ദെൻ 5th കോർഡിനേഷൻ സൈറ്റ് ഈസ് ഓക്കുപൈഡ് ബൈ ദ പോർഫൈർ. എന്തായാലും പോർഫൈറിനുമായിട്ടും 5th കോർഡിനേഷൻ സൈറ്റിന് ബന്ധമൊന്നുമില്ല. കാരണം ഒരു പ്ലെയിനിലാണ് 4 നൈട്രജൻ നിൽക്കുന്നത്. സോ 5th കോർഡിനേഷൻ സൈറ്റ് എന്തായാലും പോർഫൈർ റിംഗ് അല്ല. പിന്നെ പോയിട്ട് ഏതാണ്? 5th കോർഡിനേഷൻ പൊസിഷൻ ഈസ് ഓക്കുപൈഡ് ബൈ ദ നൈട്രജൻ ആറ്റം ഓഫ് ദ ഇമിഡസോൾ ലിഗാൻഡ് ഓഫ് ഹിസ്റ്റഡിൻ റെസിഡ്യൂ ആണെന്നുള്ള കാര്യമാണ് നമുക്കറിയാവുന്നത് അല്ലെ. സോ ആൻസർ വരുന്നത് എന്താണ്? C ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാം. ഓക്കെ, C ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്സിജൻ ബൈൻഡിങ് ഇൻ ഹീമോഗ്ലോബിൻ ഈസ് pH ഡിപെൻഡന്റ്, pH ഇൻഡിപെൻഡന്റ്, O2 ബൈൻഡ്സ് അറ്റ് ന്യൂട്രൽ pH, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ് ഓക്സിജൻ ബൈൻഡിങ് ഇൻ ഹീമോഗ്ലോബിൻ എന്താണ്? pH ഡിപെൻഡന്റ് ആണ് അല്ലെ. pH ഡിപെൻഡന്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോർ എഫക്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. ബോർ എഫക്ട് എന്ന് വിളിക്കുന്നത് എന്താണ്? pH ഡിപെൻഡൻസിയാണ് നമ്മൾ ബോർ എഫക്ട് എന്ന് വിളിക്കാനായിട്ട് പോകും. അപ്പോൾ ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ എഫക്റ്റുകൾ പഠിച്ചെന്ന് നോക്കി. ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കോപ്പറേറ്റിവിറ്റി എഫക്ട് പഠിച്ചു അല്ലെ. കോപ്പറേറ്റിവിറ്റി എഫക്ട് നമ്മൾ പഠിച്ചു. അത് ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ടാണ്. മയോഗ്ലോബിൻ അതില്ല നമ്മൾ പറഞ്ഞു. ദെൻ ഇപ്പൊ നമ്മൾ pH ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. pH ഡിപെൻഡന്റ് ആണ്. ഹീമോഗ്ലോബിന്റെ ഈ pHന്റെ ഡിപെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോർ എഫക്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോർ എഫക്ട് എന്ന് വിളിക്കാനായിട്ട് പോകും. ഇനി ഹീമോഗ്ലോബിന്റെ കേസ് നമ്മൾ ബൈൻഡിങ് കേർവ് നമ്മൾ പഠിച്ചിരുന്നു. ബൈൻഡിങ് കേർവ് എന്ന് പറയുന്നത് എന്താണ് വരിക? നമ്മുടെ സിഗ്മോയിഡൽ ബൈൻഡിങ് കേർവ് ആണ് വരാനായിട്ട് പോകുക. സിഗ്മോയിഡൽ ബൈൻഡിങ് കേർവ് ആണ് നമുക്ക് വരാനായിട്ട് പോകും. ഇങ്ങനെ കുറേ അധികം പോയിന്റുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഓക്സിജൻ ബൈൻഡിങ് ഇൻ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? pH ഡിപെൻഡന്റ് ആണ്. ഓർത്തിരിക്കുക, മയോഗ്ലോബിന്റെ കേസിൽ എന്താണ്? മയോഗ്ലോബിന്റെ കേസിൽ pH ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ. മയോഗ്ലോബിന്റെ കേസിൽ pH ഇൻഡിപെൻഡന്റ് ആണ്. മയോഗ്ലോബിന്റെ കേസിൽ pH ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് മയോഗ്ലോബിന്റെ കേസിൽ നോ കോപ്പറേറ്റീവ് എഫക്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഈ ഒരു കേസിൽ ആൻസർ വരുന്നത് A ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റിലീസ് ഓഫ് O2 ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് ഫേവേർഡ് ബൈ. നോക്കുക, റിലീസ് ഓഫ് O2 ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് ഫേവേർഡ് ബൈ. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ 2 കണ്ടീഷൻസ് അല്ലെ. ലെങ്സിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ്. അതുപോലെ തന്നെ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും ഇവിടെ വരാനായിട്ട് പോവാ. ദെൻ ടിഷ്യൂസിലേക്ക് വരുന്ന സമയത്ത് അല്ലെ, നമ്മുടെ ടിഷ്യൂസിലാണ് ആരുള്ളത്? നമ്മുടെ മയോഗ്ലോബിൻ ഉള്ളത്. സോ ടിഷ്യൂസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ pH ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും. അതുപോലെ തന്നെ ലോ പാർഷ്യൽ പ്രഷർ ഓഫ്
എന്താണ് O2 ആയിരിക്കും അല്ലെ. ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും ഇവിടെ വരാനായിട്ട് പോകും. ഓക്കെ, സോ നമ്മുടെ ലങ്സിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ലങ്സിന്റെ കേസിൽ നമുക്ക് ലങ്സിന്റെ കേസിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആണ് കേട്ടോ. ലങ്സിൽ O2 ആണ് കൂടുതൽ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കളർ ഒന്ന് മാറ്റാം. പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ഇവിടെ O2 ആണ് കേട്ടോ. ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ലങ്സിന്റെ കേസിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ് വരാനായിട്ട് പോവാ. ഓക്കെ, ഇനി ടിഷ്യൂസിലാണെങ്കിൽ ലോ pH ആയിരിക്കും, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആയിരിക്കും, ദെൻ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും വരാനായിട്ട് പോകും. ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആയിരിക്കും വരാനായിട്ട് പോകും. അപ്പോൾ റിലീസ് ഓഫ് O2 ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് ഫേവേർഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടിഷ്യൂസിന്റെ കേസിൽ അല്ലെ അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അറിയാം pH ആണ് ആദ്യം അല്ലെ. pH എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലോ pH ആയിരിക്കണം. ഓക്കെ, സോ ഹൈ pH വരുന്ന രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യാം, സിംപ്ലി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ലോ pH വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പോയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് CO2 ആണ് പറയുന്നത്. സോ ടിഷ്യൂസിൽ നിങ്ങൾക്ക് അറിയാം കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് CO2 വളരെ കൂടുതലാണ്. സോ ലോ അല്ല ഹൈ ആണ് അല്ലെ. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ വരുന്നത് എന്താണ്, ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ലോ pH ആൻഡ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ ടിഷ്യൂസിൽ ഓർത്തിരിക്കുക ലോ pH ആണ്, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ്, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആണ്. ഓക്കെ, സോ ഓക്സിജൻ ബൈൻഡിങ്ങിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഇനി ലങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ആണ്, ദെൻ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു ലങ്സിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ കേസിൽ ആൻസർ വരുന്നത് ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കാം നമുക്ക്. മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞില്ല മാച്ച് ദ ഫോളോയിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്കാന്ന് കൂട്ടിക്കോണം. കാരണം എന്താണ്, നമുക്കത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെ. ഇവിടെ നോക്കുക, ഹീമോഗ്ലോബിൻ ആണ്, സോറി മയോഗ്ലോബിൻ ആണ്. നിങ്ങൾക്കറിയാം മയോഗ്ലോബിന്റെ കേസിൽ ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പെയറിംഗ് ഏതാന്നുള്ളതാണ് അല്ലെ. സോ മയോഗ്ലോബിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡ് ഫോമിലാണ് അല്ലെ. ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന സൂപ്പർ ഓക്സൈഡ് ഫോമിലാണ്. സോ പി എന്ന് പറയുന്നത് 3 ആണ് വരാനായിട്ട് പോവുക. ഓക്കെ, സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് O2 മൈനസ് ആണ് അല്ലെ. സോ പി എന്ന് പറയുന്നത് 3 ആണ് വരാനായിട്ട് പോകുന്നത്. നോക്കി 3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉള്ളൂ. ബാക്കി 2 ഓപ്ഷൻ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ഓപ്ഷനേ ഉള്ളൂ. നോക്കുക, നെക്സ്റ്റ് ഹീമോസയാൻ ആൻഡ് ഹീമോറിത്രിൻ ആണ് അല്ലെ. സോ ഹീമോസയാൻ നിങ്ങൾക്ക് അറിയാം ഏതാണ്, നമ്മുടെ കോപ്പർ ആണ് വരാനായിട്ട് പോവാ. കോപ്പർ ആണ് വരാനായിട്ട് പോവാ. അതുപോലെ തന്നെ ഹീമോറിത്രിൻ ആണെങ്കിൽ നമുക്ക് അയൺ ആണ് വരാനായിട്ട് പോവാ. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഹീമോറിത്രിനകത്ത് നമുക്കൊരു ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആണ്. രണ്ടിന്റെ കേസിലും സൂപ്പർ ഓക്സൈഡ് പെറോക്സൈഡ് തന്നെയാണ് വരാനായിട്ട് പോവാ. പക്ഷേ നമ്മുടെ ഹീമോറിത്രിന്റെ കേസിൽ നമുക്ക് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് 2 ആയിരിക്കും വരാനായിട്ട്. ഓക്കെ, സോ Q എന്ന് പറയുന്നത് എന്താണ്, Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. R എന്ന് പറയുന്നത് എന്തായിരിക്കും, R എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, 312 ആണ് നമ്മുടെ ആൻസർ വരുന്നത്, ബി അല്ലെ. 312 ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോവുക, ബി ആണ്. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കുക ഹീമെറിത്രിൻ. ഓക്കെ, നമ്മുടെ ഹീമെറിത്രിന്റെ കേസിൽ പെറോക്സൈഡ് ആണ്, ഹീമോസയാനിൻ ഇവരുടെ 2 പേരുടെയും കേസിൽ പെറോക്സൈഡ് തന്നെയാണ് അല്ലെ. പെറോക്സൈഡ് തന്നെയാണ്, പെറോക്സൈഡ് ആണ്. ഇയാളുടെ കേസിലാണ് HO2 മൈനസ്, ഇയാളുടെ കേസിലാണ് O2 2 മൈനസ് അല്ലെ. O2 2 മൈനസ് എന്നാണ് വരാനായിട്ട് പോകുക. O2 2 മൈനസ് എന്നാണ് വരാനായിട്ട് പോകുക. ഓക്കെ, സോ മയോഗ്ലോബിനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനും ഇവരുടെ 2 പേരുടെയും കേസിൽ O2 മൈനസ് ആണ് അല്ലെ. സൂപ്പർ ഓക്സൈഡ് ഫോമിലാണ് ഉണ്ടാകാനായിട്ട് പോകുക. ഇവിടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓർത്തിരിക്കണം. നമ്മുടെ ഹീമോഗ്ലോബിനോ മയോഗ്ലോബിനോ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഓക്സൈഡ് ഫോം ആണെങ്കിൽ അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ദെൻ ഹീമോസയാൻ ആണെങ്കിൽ 750 തൊട്ട് 800 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്, ആ റേഞ്ചിലാണ് വരാനായിട്ട് പോവുക. ദെൻ ഹീമെറിത്രിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 850 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. 850 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇതും ഡയറക്ട്ലി ചോദിക്കാം, എന്താണ് ഈ പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്, ബി ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ ഹീം അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ ഇൻവോൾവ്. നോൺ ഹീം അയൺ സൾഫർ പ്രോട്ടീൻസ് അല്ലെ. നിങ്ങൾ ഓർത്തിരിക്കുക, അയൺ സൾഫർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓർമ്മയുണ്ടോ? ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. സോ അയൺ സൾഫർ പ്രോട്ടീൻസ് ഒരു ടൈപ്പ് ആണ്. അതുപോലെ തന്നെ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ് അല്ലെ. ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ് അവരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കാരിയർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ദെൻ സൈറ്റോക്രോംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. സൈറ്റോക്രോംസ് ഉണ്ട് അല്ലെ. സൈറ്റോക്രോംസും എന്ത് തന്നെയാണ്, ഇലക്ട്രോൺ കാരിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ എല്ലാം തന്നെ ഫംഗ്ഷൻ എന്താണ്, ഇലക്ട്രോൺ കാരിയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. സോ നോൺ ഹീം അയൺ സൾഫർ പ്രോട്ടീൻസ് ആർ ഇൻവോൾവ് ഇൻ എന്താണ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. സോ ആൻസർ വരുന്നത് എ ആണ് വരാനായിട്ട് പോകുക. ഓക്കെ, സോ ഇലക്ട്രോൺ കാരിയേഴ്സ് ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ എന്താണ്, ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. അയൺ സൾഫർ പ്രോട്ടീൻസ്, ബ്ലൂ കോപ്പർ പ്രോട്ടീൻസ്, സൈറ്റോക്രോംസ്. ഈ ബ്ലൂ കോപ്പർ പ്രോട്ടീൻസിനകത്ത് 2 പേരെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആരൊക്കെയാണ് ഓർമ്മ
ഓർമ്മയുണ്ടോ? പ്ലാസ്റ്റോസയാനും അസുറിനും രണ്ടുപേരിലും ആരാണുള്ളത്? കോപ്പറാണ് മെറ്റൽ വരാനായിട്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 15ാമത്തെ ചോദ്യം, ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ടു ഡിയോക്സി ഹീമോഗ്ലോബിൻ. സോ ഓക്സിയിൽ നിന്നും ഡിയോക്സിയിലേക്കാണ് പോകുന്നത്. അയണിന്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നുള്ളതാണ് നോക്കുക. ഓക്സി ഫോമിൽ എപ്പോഴും ലോ സ്പിനിലാണ്, ഡിയോക്സി ഫോമിൽ എപ്പോഴും ഹൈ സ്പിനിലാണ്. ഓക്കെ, ഓക്സി ടു ഡിയോക്സി ആണ് അല്ലെ. ഓക്സി നോക്കുക, ഓക്സി ടു ഡിയോക്സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓക്സിയിൽ എന്തായിരിക്കണം? ലോ സ്പിൻ ആയിരിക്കും. നോക്കുക, ലോ സ്പിൻ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ലോ സ്പിൻ ആണ്, ഇവിടെ ലോ സ്പിൻ ആണ്, ബാക്കി രണ്ടും എന്താണ്? ഹൈ സ്പിൻ ആണ്. സോ ഞാൻ ആ രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. അത് വായിക്കേണ്ട കാര്യം പോലും ഇല്ല, അത് രണ്ടും ഞാൻ കട്ട് ചെയ്തു. ഇനി പോയിട്ട് രണ്ട് ഓപ്ഷൻ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അല്ലെ, എയും ബിയും. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ Fe3 ലോ സ്പിൻ സ്റ്റേറ്റ് ടു Fe2 ഹൈ സ്പിൻ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് Fe2 ലോ സ്പിൻ സ്റ്റേറ്റ് ചേഞ്ചസ് ടു Fe3 ലോ സ്പിൻ. നോക്കിയേ, ലോ സ്പിൻ ടു ലോ സ്പിൻ ആണോ? അല്ല അല്ലെ, ലോ സ്പിൻ ടു ലോ സ്പിൻ അല്ല, ലോ സ്പിൻ ടു ഹൈ സ്പിൻ ആണ് ആ ഡിയോക്സിയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. സോ ബി ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോയിട്ട് ആൻസർ എന്താ വരിക? എ ആണ് എന്റെ ആൻസർ വരുന്നത് അല്ലെ. എ ഓപ്ഷൻ ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓക്സി ഹീമോഗ്ലോബിൻ ടു ഡിയോക്സി ഹീമോഗ്ലോബിൻ അല്ലെ, ഓക്സി ഹീമോഗ്ലോബിൻ ടു ഡിയോക്സി ഹീമോഗ്ലോബിനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? Fe3 പോസിറ്റീവ് ലോ സ്പിൻ കോംപ്ലക്സിൽ നിന്നും Fe2 പോസിറ്റീവ് ഹൈ സ്പിൻ കോംപ്ലക്സിലേക്കാണ് മൂവ് ചെയ്യുന്നുള്ളതാണ് അല്ലെ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ് വരാനായിട്ട് പോകുക. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. ഓക്കെ, സോ Fe2 പോസിറ്റീവ് ലോ സ്പിൻ ടു Fe3 പോസിറ്റീവ് ലോ സ്പിൻ ടു Fe2 പോസിറ്റീവ് ഹൈ സ്പിനിലേക്കാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് പോകുക. ഓക്കെ, സോ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യം, ഹീമോസയാനിൻ കണ്ടെയ്ൻസ്. ഹീമോസയാനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം ഹീമോസയാൻ നമ്മൾ ബയോനോർഗാനിക് കെമിസ്ട്രിക്കകത്ത് സയാനിൻ എന്ന പേര് കേട്ടാൽ കോപ്പർ എന്നാണ് ഓർമ്മ വരേണ്ടത്, സൈനൈഡ് അല്ല. ഓക്കെ, സോ ഹീമോസയാനകത്ത് നിങ്ങൾക്കറിയാം ഡൈന്യൂക്ലിയർ കോപ്പർ കോർ ആണ്, രണ്ട് കോപ്പർ ഉണ്ട്, അത് കറക്റ്റ് ആണ്. ഡൈന്യൂക്ലിയർ കോപ്പർ കോർ ആണ്, മോണോന്യൂക്ലിയർ അല്ല. സോ അത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ഡൈന്യൂക്ലിയർ കോപ്പർ കോർ ആൻഡ് ബൈൻസ് ഡയോക്സിൻ ഇൻ കുപ്രസ് സ്റ്റേറ്റ്, കുപ്രിക് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് അല്ലെ. സോ നിങ്ങൾക്കറിയാം കോപ്പർ +1 ഉണ്ട് +2 ഉണ്ട് അല്ലെ. സോ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന ഏത് ഫോമിലാണ്? നമ്മുടെ +2 ഫോമിലാണ്. സോ കുപ്രിക് ആണ് അല്ലെ. സോ ആൻസർ വരുന്നത് എന്താണ്? ബി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. നോക്കുക, മയോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ സ്റ്റോറേജ് ആണ് അല്ലെ. അപ്പൊ പി എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. P3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ? 2 ഓപ്ഷനേ ഉള്ളൂ. ബാക്കി 2 ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റും. നോക്കുക, നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. സോ Q എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 3, 4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഇത് എലിമിനേറ്റ് ചെയ്യുക, ആൻസർ വരുന്നത് എന്തായിരിക്കും? ഈ ആയിരിക്കും വരുന്നത്. ബാക്കിയുള്ളവരെ വായിച്ച് നോക്കേണ്ട കാര്യം പോലും ഇല്ല. നമുക്ക് അത്രയും ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാലോ ഓൺലൈൻ എക്സാമിന്റെ നിങ്ങളുടെ എക്സാം ഓൺലൈൻ ആണ്. സോ സ്വാഭാവികമായിട്ടും ഓൺലൈൻ എക്സാമിന്റെ കേസിൽ എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്കോറിലേക്ക്, നിങ്ങൾ വിചാരിക്കുന്ന സ്കോറിലേക്ക്, നിങ്ങൾ വിചാരിക്കുന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പൊ എന്താ ഇവിടെ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും മാത്രം നോക്കിയുള്ളൂ എനിക്ക് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റി അല്ലെ. ആൻസറിലേക്ക് എനിക്ക് വരാനായിട്ട് പറ്റി. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? ആൻസറിലേക്ക് വന്നത്. ബാക്കി നോക്കാം നമുക്ക്. ജസ്റ്റ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കൊബാൾട്ട് ആണ് അല്ലെ. സോ R എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ദെൻ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെപ്റ്റൈഡ് ഹൈഡ്രോളൈസർ ആണ്. സോ S5 വരുന്നു. ദെൻ ഫെറിഡോക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ സിസ്റ്റം ആയിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. സോ T2 വരുന്നു. ഓക്കെ, ഇപ്പൊ 3, 4, 1, 5, 2 എന്നുള്ളതാണ് ആൻസർ എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ആൻസർ എ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ മെറ്റ് ഹീമോഗ്ലോബിൻ. ഞാൻ മുമ്പേ ഒരു ക്വസ്റ്റ്യനിൽ ഇത് പറഞ്ഞിരുന്നു. അയൺ +3 ഫോമിൽ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ മെറ്റ് ഹീമോഗ്ലോബിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ആൻസർ വരുന്നത് എന്താണ്? +3 അല്ലെ. +3 ഫോമിൽ കാണപ്പെടുന്നത് എന്താണ്? നമ്മുടെ മെറ്റ് ഹീമോഗ്ലോബിനിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ബൈൻഡിങ് ഓഫ് O2 ഇൻ ഹീമോഗ്ലോബിൻ ഈസ് ഡ്യൂ ടു. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു കോപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് അല്ലെ. സോ നമ്മൾ ഹീമോഗ്ലോബിൻ ഡിയോക്സി ഫോമും ഓക്സി ഫോമും ഒക്കെ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ T സ്റ്റേറ്റും R സ്റ്റേറ്റും നമ്മൾ പഠിച്ചു അല്ലെ. ടെൻസ്ഡ് സ്റ്റേറ്റ് ആൻഡ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അയൺ എന്ന് പറയുന്നത് എയറിലേക്ക് പോകുന്നു, തിരിച്ച് ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോൾ അയാൾ എയറിൽ നിന്ന് തിരിച്ചു വരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് എന്താ? അയണിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അയണിന്റെ സൈസ് കുറഞ്ഞിട്ട് ആ ഒരു പ്ലാനാർ സ്ട്രക്ചറിലേക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. ഓവറോൾ എന്ത് ചെയ്യുവാണ്? ഒരു പ്രോട്ടീൻ കൺഫർമേഷൻ ഒരു ചേഞ്ച് സംഭവിക്കും അല്ലെ. സോ ആൻസർ എന്തായിരിക്കും വരിക? ഡിക്രീസ് ഇൻ സൈസ് ഓഫ് അയൺ ഫോളോഡ് ബൈ ദ ചേഞ്ചസ് ഇൻ പ്രോട്ടീൻ കൺഫർമേഷൻ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, സോ നമുക്കറിയാം എങ്ങനെയാണ് ഡിയോക്സി ഫോമിൽ നിന്ന് ഓക്സി ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. സോ അതാണ് ആ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ വരുന്നത് എന്താണ്? എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സി മയോഗ്ലോബിൻ ആൻഡ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സി മയോഗ്ലോബിൻ ആൻഡ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, നോക്കാം. ഓക്സി മയോഗ്ലോബിൻ നമുക്ക് നോക്കാം. ഓക്സി മയോഗ്ലോബിനകത്ത് നമുക്കറിയാം
Fe2 പോസിറ്റീവ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ് അല്ലെ. Fe2 പോസിറ്റീവ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ എടുത്താലും അല്ലെ, ഓക്സി ഹീമോഗ്ലോബിൻ എടുത്താലും നിങ്ങൾക്ക് അറിയാം അവിടെ നിങ്ങൾക്ക് Fe2 പോസിറ്റീവ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുക അല്ലെ. 2 പോസിറ്റീവ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ് കിട്ടാനായിട്ട് പോവുക. സോ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുക, Fe2 പോസിറ്റീവ് അല്ലെ. Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ വരുന്നത് 3d6 4s2 ആണ്. അപ്പൊ Fe2 പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ 4s ഇലക്ട്രോൺ പോയിട്ട് 3d6 ആണ്. സോ 3d6 ലോ സ്പിൻ ആണ് അല്ലെ. 3d6 ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. നോക്കുക നമ്മുടെ T2G ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ T2G എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ EG എന്ന് പറയുന്നത്. സോ 3d6 ആണ് അല്ലെ. 3d6 ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. 1 2 3 4 5 and 6 അല്ലെ. കംപ്ലീറ്റ്ലി എന്താണ് T2G 6 EG 0 എന്നാണ് അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. സോ ഈ ഒരു കേസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണ്. എന്താണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 0 ആണെങ്കിൽ അവരെന്താണ് അറിയപ്പെടുന്നത്, ഡയാമാഗ്നറ്റിക് അല്ലെ. അവർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പം രണ്ടുപേരും ഓക്സി മയോഗ്ലോബിനും അതുപോലെ തന്നെ ഓക്സി ഹീമോഗ്ലോബിൻ രണ്ടുപേരും എന്താണ് ഡയാമാഗ്നറ്റിക് ആണ് അല്ലെ. ഡയാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. ആൻസർ വരുന്നത് ബി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 21ാമത്തെ ചോദ്യം. അണ്ടർ ഫിസിയോളജിക്കൽ കണ്ടീഷൻ O2 ബൈൻഡിങ് ടു ഡിയോക്സി ഹീമോഗ്ലോബിൻ ആൻഡ് ഡിയോക്സി മയോഗ്ലോബിൻ ദ ബൈൻഡിങ് കർവ് ആൻഡ് ഇറ്റ്സ് pH ഡിപ്പെൻഡൻസി ആണ് ചോദിച്ചിരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ നോക്കുക, ബൈൻഡിങ് കർവ് ഇൻ കേസ് ഓഫ് എന്താണ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഹീമോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിഗ്മോയിഡൽ കർവ് ആണ് കിട്ടാനായിട്ട് പോവുക അല്ലെ. സിഗ്മോയിഡൽ കർവ് ആണ് കിട്ടാനായിട്ട് പോവുക. ദെൻ മയോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് കിട്ടാനായിട്ട് പോകുക, ഒരു ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഹൈപ്പർബോളിക് കർവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുക. ഹൈപ്പർബോളിക് കർവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുക. ഇനി pH ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഹീമോഗ്ലോബിൻ എന്താണ് pH ഡിപ്പെൻഡന്റ് ആണ്. pH ഡിപ്പെൻഡന്റ് ആണ്. മയോഗ്ലോബിൻ എന്താണ് pH ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് pH ഇൻഡിപെൻഡന്റ് ആണ്. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് pH ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ആൻസർ ഏതാ വരുന്നത്, വിത്ത് റെസ്പെക്ട് ടു ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ ആണ് അല്ലെ. സോ സിഗ്മോയിഡൽ ആൻഡ് pH ഡിപ്പെൻഡന്റ്, ഹൈപ്പർബോളിക് ആൻഡ് pH ഇൻഡിപെൻഡന്റ് അല്ലെ. സോ ആൻസർ വരുന്നത് എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും അല്ലെ. ആൻസർ വരുന്നത് എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. Next question, the extent of pi electron conjugation in macrocyclic rings, heme, coenzyme B12, chlorophyll. Okay, so extent of pi conjugation in macrocyclic rings എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക ഹീമിനകത്ത്. ഓക്കെ, അപ്പൊ ഹീമിനകത്തുള്ള റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പോർഫൈറിൻ റിംഗ് ആണ് അല്ലെ. പോർഫൈറിൻ റിംഗ് ആണുള്ളത്. ദെൻ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ കോഎൻസൈം B12 ആണ് അല്ലെ. കോഎൻസൈം B12 ആണ് അല്ലെങ്കിൽ വിറ്റാമിൻ B12 ആണ്. സോ ഈ ഒരു കേസിലെ നമ്മുടെ റിംഗിന്റെ പേരെന്ന് പറയുന്നത് മാക്രോസൈക്ലിക് ലിഗാൻഡ് എന്ന് പറയുന്നത് കോറിൻ റിംഗ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. കോറിൻ റിംഗ് എന്നാണ് വിളിക്കുന്നത്, ക്ലോറിൻ അല്ല, ക്ലോറിൻ റിംഗ് അല്ലെ. സോ മൂന്നാമത്തെ കേസിൽ ക്ലോറോഫില്ലിന്റെ കേസിൽ റിംഗിന്റെ പേരെന്താണ്, അതിന്റെ പേരാണ് ക്ലോറിൻ റിംഗ് അല്ലെ. അതിന്റെ പേരാണ് നമ്മുടെ ക്ലോറിൻ റിംഗ്. ഓക്കെ, അപ്പൊ ഇനി പോർഫൈറിനകത്ത് മൊത്തം നിങ്ങൾക്ക് അറിയാം 11 ഡബിൾ ബോണ്ട് ആണ് ഈ ഒരു കേസിൽ. 11 ഡബിൾ ബോണ്ട്സ് ആണ് ഈ ഒരു കേസിൽ ഉണ്ടാകാനായിട്ട് പോവുക. ഇനി കോറിൻ റിംഗ് ആണെങ്കിലോ അവിടെ നമുക്ക് 6 ഡബിൾ ബോണ്ട് മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. 6 ഡബിൾ ബോണ്ട് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ക്ലോറിൻ റിംഗ് ആണെങ്കിൽ, ക്ലോറിൻ റിംഗ് നമ്മൾ വേറൊരു പേരോടെ പറയും, എന്താണ്, റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്ന് അതിനെ വിളിക്കാറുണ്ട് അല്ലെ. റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്ന് നമ്മൾ ക്ലോറിൻ റിംഗിനെ വിളിക്കാറുണ്ട്. അതിന് കാരണം 11 ഡബിൾ ബോണ്ട് ആയിരുന്നു പോർഫൈറിനിൽ, ഇവിടെ 10 ഡബിൾ ബോണ്ട് ആണ്. നോക്കാം, ക്ലോറിൻ റിംഗിനകത്ത് നമുക്ക് 10 ഡബിൾ ബോണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ട് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്താന്ന് വിളിക്കുന്നത്, റെഡ്യൂസ്ഡ് പോർഫൈറിൻ റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ 10 ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാകാനായിട്ട് പോകുക. അപ്പൊ മാക്സിമം കോഞ്ചുഗേഷൻ ആർക്കാം, മാക്സിമം കോഞ്ചുഗേഷൻ ഹീമിനാണ് അല്ലെ. സോ ഫസ്റ്റിനാണ് മാക്സിമം കോഞ്ചുഗേഷൻ വരുന്നത്. അങ്ങനത്തെ എത്ര ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷനേ ഉള്ളൂ. ബാക്കി 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നോക്കുക, കോഎൻസൈം B12 6 ഡബിൾ ബോണ്ടേ ഉള്ളൂ, മറ്റേ ആൾക്ക് 10 ഉണ്ട്. സോ കോഞ്ചുഗേഷൻ കൂടുതൽ വരുന്നത് ക്ലോറിൻ 3-നാണ് കോഞ്ചുഗേഷൻ കൂടുതൽ വരിക അല്ലെ. സോ 1 3 2 എന്നുള്ളതാണ് എന്റെ ആൻസർ വരുന്നത്. ആൻസർ എ ആണ് വരാനായിട്ട് പോവുക. ആൻസർ എ ആണ് വരാനായിട്ട് പോവുക. 1 3 2 എന്നുള്ളതാണ് എന്റെ ആൻസർ വരാനായിട്ട് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഫൈറിൻ റിംഗ്, ക്ലോറിൻ റിംഗ്, ഇതിനകത്തുള്ള മെറ്റൽസ് ഏതൊക്കെയാണ് അല്ലെ. സോ പോർഫൈറിനകത്താണെങ്കിൽ ഹീം യൂണിറ്റ് ആണെങ്കിൽ Fe2 പോസിറ്റീവ് ആണ്. അതിന് കോറിനകത്ത് കൊബാൾട്ട് ആണ് വരുന്നത്. ക്ലോറിൻ റിംഗിനകത്ത് Mg2 പോസിറ്റീവ് ആണ് വരാനായിട്ട് പോകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആർ, നോക്കുക ഹീം ഉള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോക്രോം സി, ഹീമോസയാനിൻ, ഹീം എറിത്രിൻ, വിറ്റാമിൻ B12. നോക്കി, ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ വിറ്റാമിൻ B12 റിംഗ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കോറിൻ റിംഗ് ആണ്. അവിടെ നമ്മുടെ കൊബാൾട്ട് ആണുള്ളത്. കൊബാൾട്ട് +3 ഫോമിലാണ്, ലോ സ്പിൻ കോംപ്ലക്സ് ആയിട്ടാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഹീമോസയാനിനകത്ത് നിങ്ങൾക്ക് അറിയാം കോപ്പർ ആണുള്ളത് അല്ലെ. കോപ്പർ ആണ് നിങ്ങൾക്ക് ഉള്ളത്. അവിടെ കോപ്പർ പ്ലസ് ഫോമിലാണ് ഉണ്ടാകാനായിട്ട് പോകുക. സോ കോപ്പർ ആണ് ഹീമോസയാനിലുള്ളത്. ദെൻ ഹീം എറിത്രിനകത്ത് നമുക്ക്
2 പോസിറ്റീവ് ആണ് അല്ലെ. ഹീം എറിത്തിനകത്ത് നമുക്ക് Fe2 പോസിറ്റീവ് ആണ്. പക്ഷെ ഇയാൾക്ക് എന്തില്ല, ഇയാൾക്ക് ഹീം യൂണിറ്റ് ഇല്ല. ഇയാൾ ഒരു നോൺ ഹീം പ്രോട്ടീൻ ആണ്. ഹീമോ എറിത്രിനും ഹീമോസയാനും ഇവർ രണ്ടുപേരും നോൺ ഹീം പ്രോട്ടീൻസ് ആണ്. രണ്ടുപേരും നോൺ ഹീം പ്രോട്ടീൻ ആണ്. സോ നമ്മുടെ ആൻസർ വരാനായിട്ട് പോയതാണ്. ഇതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ വരുന്ന ഏതാണ്? സൈറ്റോക്രോം സി എന്നുള്ളതാണ് ആൻസർ വരാനായിട്ട് പോകുക. സൈറ്റോക്രോമിനകത്ത് Fe തന്നെയാണുള്ളത്. സോ അവിടെ നമുക്ക് ഹീം യൂണിറ്റ് കാണാനായിട്ട് പറ്റും. സോ സൈറ്റോക്രോം സി എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്? എ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നെറ്റിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആണ്. കൺസെപ്റ്റ് പിടികിട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് ദ ബൈൻഡിങ് ഓഫ് O2 to മയോഗ്ലോബിൻ the molecular orbital of O2 and atomic orbital of Fe involved in the sigma. ഇവിടെ നമ്മൾ ഓർഗാനിക്കിനകത്തൊക്കെ നമ്മൾ മോളിക്കുലർ ഇന്ററാക്ഷൻസ് നമ്മൾ ജിയോസിക്കകത്തൊക്കെ നമ്മൾ പഠിച്ചു ഓൾറെഡി അല്ലേ. സോ മോളിക്കുലർ ഇന്ററാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. സോ നമ്മൾ മോളിക്കുലർ ഇന്ററാക്ഷൻസ് പൊതുവെ എങ്ങനെയാ പറയാ? ഒരു ഹോമോ ഉണ്ടാവും, ഒരു ലൂമോ ഉണ്ടാവും. ഹോമോയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് ലൂമോയിലേക്ക് എത്തുന്നു. ബേസിക്കലി അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഇന്ററാക്ഷൻ ആണ് ഇവിടുത്തെ നമ്മുടെ O2ഉം മയോഗ്ലോബിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് പറയുന്നത്. സോ മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് O2 ആൻഡ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് Fe ഏതൊക്കെയാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്, എവിടുന്ന് എങ്ങോട്ടൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇന്ററാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഹോമോ ആരാണെന്ന് അറിയണം, അതുപോലെ തന്നെ ലൂമോ ആരാണെന്ന് അറിയണം അല്ലെ. ഹോമോ ആരാണെന്ന് അറിയണം, ലൂമോ ആരാണെന്ന് അറിയണം. ഓക്കെ, നമുക്കറിയാം ഓക്സിജൻ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ഹോമോ ആയിട്ട് വരാൻ പോവുക. ലൂമോ എന്ന് പറയുന്നത് Fe2 പോസിറ്റീവ് ലോസ്പിൻ ആണ് നിങ്ങളുടെ ലൂമോ എന്ന് പറയുന്നത്. കാരണം ഓക്സി ഫോമിലേക്ക് മാറുവാണ് അല്ലെ. സോ Fe2 പോസിറ്റീവ് ലോസ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3D6 കോൺഫിഗറേഷൻ ആണ്. 3D6 കോൺഫിഗറേഷൻ ആണ്. സോ T2Gയിൽ 6 ഇലക്ട്രോൺസും EGയിൽ 0 ഇലക്ട്രോൺസും ആയിരിക്കും ഉണ്ടാകാനായിട്ട് പോവുക. സോ ഇതായിരിക്കും അതിന്റെ ഒരു കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം EG എന്താണ്? എംറ്റി ആണ്. അപ്പൊ ലൂമോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒക്കെ ആക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാം EG ഓർബിറ്റലിനകത്ത് നമുക്ക് 2 ഓർബിറ്റൽസ് ഉണ്ട്. DZ² ഉണ്ട്, DX² മൈനസ് Y² ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുത്തെ ലൂമോ എന്ന് പറയുന്നത് അല്ലെ, ഇവിടുത്തെ ലൂമോ എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും ആകാം. നമ്മുടെ DZ² ആകാം, അല്ലെങ്കിൽ DX² മൈനസ് Y². ഇവർ രണ്ടുപേരിൽ ആര് വേണമെങ്കിലും നമ്മുടെ ലൂമോ ആയിട്ട് വരാം. സോ ഓപ്ഷൻസ് നോക്കുക, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. DZ² വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ, DZ² വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ല, 2 ഓപ്ഷൻ ഉണ്ട്. DXZഉം DXZ എന്തായാലും ഒരിക്കലും വരാനായിട്ട് പോകില്ല. കാരണം T2Gയിലാണ് ഓൾറെഡി എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അവിടുത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 2 ഓപ്ഷൻ നിങ്ങൾക്ക് സിംപിളി എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ 2 ഓപ്ഷൻ ആയി അല്ലെ. DZ² എന്നുള്ള ഒരു എണ്ണം കിട്ടി. ഇനി നമ്മൾ ഓക്സിജന്റെ ഹോമോ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഓക്സിജന്റെ കേസിലുള്ള ഹോമോ നിങ്ങൾക്കറിയാം. ഓക്സിജന്റെ ലാസ്റ്റ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണ്? പൈ സ്റ്റാർ ഓർബിറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇവിടുത്തെ ഹോമോ എന്ന് പറയുന്നത് എന്താണ്? പൈ സ്റ്റാർ ആണ്. നിങ്ങൾ ആ ഒരു മോളിക്കുലർ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. നമ്മൾ σ1 σ*1 σ2 σ*2 σ2pz പൈ 2px 2py പൈ സ്റ്റാർ 2px ആ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്സിജന്റെ ഹോമോ എന്ന് പറയുന്നത് എന്താണ്? പൈ സ്റ്റാർ ആണ് അല്ലെ. പൈ സ്റ്റാർ ആണ്. സോ പൈ സ്റ്റാർ 2 എന്താണ്? DZ² എന്നുള്ളതാണ് ഇവിടുത്തെ മോളിക്കുലർ ഓർബിറ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? എ ആണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകും. പൈ സ്റ്റാർ ആൻഡ് DZ² എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആ ഒരു അത്രയും കൺസെപ്റ്റ് അതിനകത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ അതിനകത്ത് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, സോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമ്മൾ എന്താണ് കോൺഫിഡന്റ് ആവും, അത്രയും നമുക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 25ാമത്തെ ചോദ്യം. സോ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. നെറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ നെറ്റിന് ചോദിച്ച ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും അതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ആ ഒരു അഡ്വാൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ കോംപ്ലക്സ് വിച്ച് ഹാവ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ അയൺ സെന്റർ ഇൻ ഓക്സി മയോഗ്ലോബിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്സി മയോഗ്ലോബിനെ സിമിലർ ആയിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ OX 3 times 3 minus, FeCN 6 times 3 minus, nickel Cl4 2 minus, then copper NH3 4 times 2 positive. അങ്ങനെ ഒരു 4 കോംപ്ലക്സ് വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് സിമിലർ ആയിട്ട് നമ്മുടെ ഓക്സി മയോഗ്ലോബിനായിട്ട് സിമിലർ ആയിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്ന സിസ്റ്റം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സോ നോക്കാം. നമ്മുടെ FeOX 3 times 3 നെഗറ്റീവ് അല്ലെ, 3 നെഗറ്റീവ്. സോ ഈ ഒരു കേസിൽ നമുക്ക് Fe എന്ന് പറയുന്നത് +3 ഫോമിലാണ്, ഹൈസ്പിൻ കോംപ്ലക്സ് ആണ്.
നിങ്ങൾക്കറിയാം D5 കോൺഫിഗറേഷൻ ആണ് വരാനായിട്ട് പോവുക. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് 1 2 3 4 5 അല്ലെ T2G3 EG2 എന്നുള്ളതാണ് അതിന്റെ കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് ഇവിടെ 5 അൺബെഡ് ഇലക്ട്രോൺസ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കിട്ടും. 5 അൺബെഡ് ഇലക്ട്രോൺസ് ഇവിടെ കിട്ടാം. ദെൻ നിക്കൽ Cl4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം D8 കോൺഫിഗറേഷൻ ആണ്. നിക്കൽ 2 പോസിറ്റീവ് ആണ്, D8 കോൺഫിഗറേഷൻ ആണ്. സോ D8 ആണെന്നുണ്ടെങ്കിൽ എന്താണ് 2 അൺബെഡ് ഇലക്ട്രോൺസ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുക അല്ലെ. നോക്കുക 2 അൺബെഡ് ഇലക്ട്രോൺസ് ആണ് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വരാനായിട്ട് പോകുക. 2 അൺബെഡ് ഇലക്ട്രോൺസ് ആണ് നിങ്ങൾക്ക് നിക്കൽ Cl4 എന്നുള്ള കേസിൽ വരാനായിട്ട് പോകുക. ഇനി FeCN6 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Fe എന്ന് പറയുന്നത് +3 ഫോമിൽ തന്നെയാണ്. പക്ഷെ എന്താണ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. കാരണം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നത്. സോ 3D5 തന്നെയാണ്, പക്ഷെ ലോ സ്പിൻ ആണ്. നോക്കുക 3D5 എങ്ങനെ അറേഞ്ച് ചെയ്യുക? 1 2 3 4 ആൻഡ് 5. ഇവിടെ എത്ര അൺബെഡ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒറ്റ അൺബെഡ് ഇലക്ട്രോൺ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഒറ്റ അൺബെഡ് ഇലക്ട്രോൺ മാത്രമേ നമുക്ക് Fe3 പോസിറ്റീവ് ലോ സ്പിനകത്ത് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നെക്സ്റ്റ് കോപ്പർ NH3 4 × 2 പോസിറ്റീവ് എന്നുള്ള സിസ്റ്റം ആണ്. അതായത് കോപ്പർ 2 പോസിറ്റീവ് ആണ്, 3D9 സിസ്റ്റം ആണ്. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും? നോക്കുക 1 2 3 4 5 6 7 8 1 9 അല്ലെ. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു അൺബെഡ് ഇലക്ട്രോണെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു അൺബെഡ് ഇലക്ട്രോണെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു അൺബെഡ് ഇലക്ട്രോണെ നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും. ഓക്കെ. സോ നമ്മുടെ ഓക്സി മയോഗ്ലോബിന്റെ കേസിൽ നമുക്കറിയാം, ഓക്സി മയോഗ്ലോബിന്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസ് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, Fe3 പോസിറ്റീവ് ലോ സ്പിൻ അല്ലെങ്കിൽ Fe2 പോസിറ്റീവ് ലോ സ്പിൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. Fe2 പോസിറ്റീവ് ലോ സ്പിൻ ആണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു Fe3 പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുന്നതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ആൻസറിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. സോ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക Fe2 പോസിറ്റീവ് ലോ സ്പിൻ എന്നുള്ളതാണ് നമ്മുടെ ഓക്സി മയോഗ്ലോബിന്റെ കേസിൽ വരാനായിട്ട് പോവുക. ഈ ഒരു കേസിൽ നമുക്ക് അൺബെഡ് ഇലക്ട്രോൺ 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അൺബെഡ് ഇലക്ട്രോൺ 1 വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ബിയും അതുപോലെ തന്നെ ഡിയും. ഓക്കെ. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? നമ്മുടെ ബി ഓപ്ഷൻ ആണ്. ബി ആൻഡ് ഡി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകുക. ബി ആൻഡ് ഡി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു എന്നാലേ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഓക്കെ. സോ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താൽ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇപ്പൊ നിങ്ങളത് ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇൻവിട്രോ റിയാക്ഷൻ ഓഫ് എക്സസ് O2 വിത്ത് ഫ്രീ ഹീം ബി ഇൻ അക്വസ് മീഡിയം എൻ പ്രൊഡക്റ്റ് ഈസ്. ഓക്കെ. സോ ഈ പറയുന്ന നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് ഹീം പാർട്ടും ഉണ്ട്, ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഗ്ലോബിൻ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്ലോബിൻ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ടു പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ഹിമാറ്റിൻ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഹിമാറ്റിന്റെ മെക്കാനിസം ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. Fe2 പോസിറ്റീവ് എന്ത് ചെയ്യുന്നു? Fe3 പോസിറ്റീവിലേക്ക് പോകുന്നു, Fe3 പോസിറ്റീവ് Fe4 പോസിറ്റീവിലേക്ക് പോകുന്നു, വീണ്ടും അയാൾ 3 പോസിറ്റീവിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു മ്യൂ ഓക്സോ ഡൈമർ ഫോം ചെയ്യും അല്ലെ. മ്യൂ ഓക്സോ ഡൈമർ ഫോം ചെയ്യും. എക്സസ് ആയിട്ട് O2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂ ഓക്സോ ഡൈമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹിമാറ്റിൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഹിമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ഇയാൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലെ. നോ O2 ട്രാൻസ്പോർട്ട് കപ്പാസിറ്റി. അപ്പം ഇയാൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്? എൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ്. എന്താണ് എൻ പ്രൊഡക്റ്റ്? ഹിമാറ്റിൻ ആണ് ഇവിടുത്തെ എൻ പ്രൊഡക്റ്റ്. എക്സസ് ആയിട്ട് O2 ഈ പറഞ്ഞ പോലെ ഫ്രീ ഹീം യൂണിറ്റോട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹിമാറ്റിൻ ആണ്. ഹിമാറ്റിന്റെ വേറൊരു പേര് ഞാൻ പറഞ്ഞല്ലോ, മ്യൂ ഓക്സോ ഡൈമർ എന്ന് നമ്മൾ അയാളെ വിളിക്കാറുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കണം, ഹിമാറ്റിനകത്ത് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +3 ആണ്. ചോദിക്കാം Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് ഹിമാറ്റിൻ എന്നുള്ളത്. സോ +3 ആണ് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ചോദ്യം. The number of inorganic sulfur atoms present in the metalloprotease active sites of ribuldoxin, 2-ion ferredoxin and 4-ion ferredoxin. Okay. So ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു FeXSY എന്നാണ് നമ്മൾ പൊതുവെ ഫെറിഡോക്സിനെ നമ്മുടെ അയൺ സൾഫർ പ്രോട്ടീൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ X എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയൺ ആറ്റംസ് ആണ്. X എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയൺ ആറ്റംസ് ആണ്. അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് എന്താണ്? Y എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലബൈൽ സൾഫറിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞിരുന്നു. ലബൈൽ സൾഫറിന്റെ എണ്ണമാണ് ഈ ഒരു Y എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റുബിഡോക്സിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം FeS0 ആണ്. ദെൻ നമ്മുടെ 2-ion ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe2S2 ആണ് നമ്മുടെ എന്താന്ന് പറയുന്നത് 2-ion ഫെറിഡോക്സിൻ. 4-ion ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? Fe4S4 അല്ലെ. Fe4S4. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇനോർഗാനിക് സൾഫർ അല്ലെങ്കിൽ ലബൈൽ സൾഫർ അല്ലെ. ഇനോർഗാനിക് സൾഫർ അല്ലെങ്കിൽ ലബൈൽ സൾഫറിനെ കുറിച്ചാണ്. നോക്കുക 0, 2 and 4 ആണ് വരാനായിട്ട് പോകുക അല്ലെ. 0, 2 and 4 ആണ് വരാനായിട്ട് പോകുക. ആൻസർ വരുന്നത് എ ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. എ ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് നമ്പർ
and size of rings present in metal ion porphyrin complex including മെറ്റൽ ബിയറിംഗ് ദ ചിലേറ്റ് റിങ്സ്. ഓക്കെ, അപ്പോൾ ചിലേറ്റ് റിങ്സും ടോട്ടൽ റിങ്സിന്റെ രണ്ടുകൂടെ ഉള്ള ഒരു നമ്പറാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ 4 പൈറോൾ റിങ്സ് കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ പോർഫൈറിൻ റിങ് കിട്ടാനായിട്ട് പോവാം. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നോക്കുക, ഈ പറഞ്ഞ പോലെ ആയിരിക്കും. ഇവിടെ ബ്രിഡ്ജിങ് ഉണ്ടാവും, ഇവിടെയും ബ്രിഡ്ജിങ് ഉണ്ടാവും, ഇവിടെയും ബ്രിഡ്ജിങ് ഉണ്ടാവും, ഇവിടെയും ബ്രിഡ്ജിങ് ഉണ്ടാവും. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് നോക്കുക 1 2 3 4 ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ഓൾറെഡി നമുക്ക് 4 5 മെമ്പേർഡ് റിങ്സ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, 4 5 മെമ്പേർഡ് റിങ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി മെറ്റൽ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, മെറ്റലുമായിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ നൈട്രജൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ബോണ്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക 1 2 3 4 5 1 6 അല്ലെ. സോ ഒരു 6 മെമ്പേർഡ് റിങ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. മൊത്തം എന്താണ്, ഈ പറയുന്ന പോലെ ഒരു 6 മെമ്പേർഡ് റിങ്സ് ഇവിടെ ഫോം ചെയ്യാനായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ബേസിക്കലി എന്താ സംഭവിക്കുക, നമുക്ക് 4 6 മെമ്പേർഡ് റിങ്സും ഈ ഒരു കേസിൽ ഫോം ചെയ്യും അല്ലെ. 4 6 മെമ്പേർഡ് റിങ്സ്, ആ റിങ്സിനെ നമ്മൾ ചിലൈറ്റ് റിങ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അതിനെ നമ്മൾ ചിലൈറ്റ് റിങ്സ് എന്നാണ് വിളിക്കാനായിട്ട് പോവുക, ചിലൈറ്റ് റിങ്സ് എന്നാണ് വിളിക്കാനായിട്ട് പോവുക. ഇവിടെ 4 6 മെമ്പേർഡ് റിങ്സും ഉണ്ട്, 4 5 മെമ്പേർഡ് റിങ്സും ഉണ്ട് അല്ലെ. 4 6 മെമ്പേർഡ് റിങ്സും ഉണ്ട്, 4 5 മെമ്പേർഡ് റിങ്സും ഉണ്ട്. അത് 4 6 മെമ്പേർഡ് റിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ചിലൈറ്റ് റിങ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ആൻസർ വരുന്നത് എന്താണ്, എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും, എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 29ാമത്തെ ചോദ്യം. ദ റെസൊണൻസ് രാമൻ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് O2 ഈസ് എന്താണ്, 1580 ആണ്. അങ്ങനെയാണെങ്കിൽ O2 ബോണ്ട് ഇൻ ഓക്സി ഹീമോഗ്ലോബിനിലെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിനകത്തും മയോഗ്ലോബിനകത്തും ഓർത്തിരിക്കുക, ഇവര് സൂപ്പർ ഓക്സൈഡ് ഫോമിലാണ് ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും വരാനായിട്ട് പോവാ, 1100 അല്ലെ, വളർന്ന് മാറ്റാം, 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരാനായിട്ട് പോവാ. ഓക്കെ, അതുപോലെ തന്നെ ഹീം എറിത്രിൻ ആണെന്നുണ്ടെങ്കിൽ നോക്കുക, ഹീം എറിത്രിന്റെ കേസിൽ നമുക്ക് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരാനായിട്ട് പോവാം. ഏത് റേഞ്ചിലാണ്, നമ്മുടെ 850 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആ റേഞ്ചിലാണ് നമുക്ക് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്നത്. ഇനി ഹീമോ സയാനിനാണെങ്കിലോ നോക്കുക, അവിടുത്തെ കേസിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 750 to 800 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ്, ആ റേഞ്ചിലാണ് വരാനായിട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഹീമോഗ്ലോബിൻ ആണെങ്കിലും മയോഗ്ലോബിനാണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1100 സെന്റിമീറ്റർ ഇൻവേഴ്സ് റേഞ്ചിലായിരിക്കും വരാനായിട്ട് പോകും അല്ലെ. ആൻസർ ഡി ആണ് വരുന്നത് അല്ലെ, ആൻസർ ഡി ആണ് അതിന്റെ വരാനായിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിയോക്സി ഹീമോസയാനിൻ ഈസ്. ഓക്കെ, ഇപ്പൊ ഡിയോക്സി ഹീമോസയാനിനെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തായാലും അത് ഹീം പ്രോട്ടീൻ അല്ല നമുക്കറിയാം. ദെൻ കളർലെസ് ആൻഡ് ഡയാമാഗ്നറ്റിക്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആൻഡ് പാരാമാഗ്നറ്റിക്, ബ്ലൂ കളേർഡ് ആൻഡ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, ഡിയോക്സി ഫോം ആണ്, എന്തായാലും കളേർഡ് അല്ല, കളർലെസ് ആണ് നമുക്കറിയാം. ഡിയോക്സി ഹീമോസയാനിൻ നോക്കുക, ഡിയോക്സി ഹീമോസയാന്റെ കേസിൽ നിങ്ങൾക്കറിയാം കോപ്പർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത് അല്ലെ. കോപ്പർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. 3D10 കോൺഫിഗറേഷൻ ആണ്, കംപ്ലീറ്റ്ലി പെയർഡ് ആണ്. ഇവിടെ നമുക്ക് 50 ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. സോ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡിയോക്സി ഹീമോസയാൻ എന്ന് പറയുന്നത് എന്താണ്, ഡയാമാഗ്നറ്റിക് ആണ് അല്ലെ, പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, സോ കളർലെസ് ആൻഡ് ഡയാമാഗ്നറ്റിക് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. സോ ഓക്സി ഫോം ആകുമ്പോൾ എന്തായിട്ട് മാറും, ബ്ലൂ കളേർഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ഓക്സി ഫോമിലേക്ക് വരുമ്പോൾ അത് പാരാമാഗ്നറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യും, D9 കോൺഫിഗറേഷനിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. സോ ഈ ഒരു കേസിൽ ആൻസർ വരുന്നത് എന്താണ്, കളർലെസ് ആൻഡ് ഡയാമാഗ്നറ്റിക് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഓക്കെ.